ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് വരെ ജൂപ്പാൻ ദൈവം തന്ന ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഞാൻ കുര്യൻ എം ചാക്കോ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 17:30 മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ ഔവണ്ണം തന്നെയാകുമെന്ന് പറഞ്ഞുകൊണ്ട് യേശു കർത്താവ് നോഹയുടെയും ലോത്തിൻ്റെയും കാലത്തുണ്ടായ സംഭവങ്ങൾ ഓർപ്പിച്ച് ജനത്തെ ഉണർത്തുന്നുണ്ട്. 17:20 മുതൽ 37 വരെ ഉള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ മടങ്ങിവരവും അതിനോട് ബന്ധപ്പെട്ട സംഭവിക്കേണ്ട കാര്യങ്ങളും സംക്ഷിപ്തമായി അറിയിക്കുന്നും ഉണ്ട്. ദൈവരാജ്യം എപ്പോൾ വരുന്നുവെന്ന് പരീക്ഷന്മാർ ചോദിച്ചതിന് ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത്, ഇതാ ഇവിടെയൊന്നും അതാ അവിടെയൊന്നും പറയുകയും ഇല്ല. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് യേശു കർത്താവ് പറഞ്ഞു. യഹൂദന്മാർ ദൈവരാജ്യം മഹത്വത്തോടും ശക്തിയോടും കൂടെ വരുന്നത് ആശയോടെ കാത്തിരുന്നു. ബാഹ്യമായ അടയാളങ്ങളും രാഷ്ട്രീയ മുന്നേറ്റങ്ങളുമാണ് അവരുടെ പ്രതീക്ഷ. ആ സമയത്താണ് യേശു കർത്താവ് ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത് എന്ന് പറഞ്ഞത്. എന്ന് വച്ചാൽ വർത്തമാനകാല അനുഭവത്തിൽ ദൈവരാജ്യം എന്നത് ബാഹ്യ പ്രകടനങ്ങളോടുകൂടെ അല്ല അകമാകുന്നത് എന്ന് സാരം. റോമാലേഖനം 14:17 ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത്രയെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം രാജാവായി വാഴുവാൻ എവിടെ ഇടം കൊടുക്കുമോ അവിടമാണ് വർത്തമാന കാലഘട്ടത്തിലെ ദൈവരാജ്യം. അത് വ്യക്തിയാകാം, സഭയുമാകാം. ഇസ്രായേലിൻ്റെ രാജാവാകുവാനുള്ള യോഗ്യത തനിക്കുണ്ട് എന്ന് സകല ജനവും കാണുകെ അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും യേശു തെളിയിച്ചു. എന്നിട്ടും യഹൂദന്മാർ യേശുവിനെ കൈക്കൊള്ളുവാൻ കൂട്ടാക്കിയില്ല. യഹൂദന്മാരെ സംബന്ധിച്ച് ദൈവരാജ്യം അവരുടെ മുമ്പാകെ പ്രദർശിപ്പിക്കപ്പെട്ടു എങ്കിലും അവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. ഈ വിഷയം ശിഷ്യന്മാരുമായി സംസാരിക്കുമ്പോൾ അനാദി വിദൂര ഭാവിയിൽ സ്ഥാപിതമാകേണ്ട ഒന്നായിട്ടാണ് യേശു കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞത്. അത് തൻ്റെ രണ്ടാം വരവിനോടുള്ള ബന്ധത്തിൽ സംഭവിക്കേണ്ട കാര്യമാണ്. തൻ്റെ ആദ്യത്തേതും രണ്ടാമത്തേതുമായ പ്രത്യക്ഷതയുടെ മധ്യേയുള്ള കാലഘട്ടത്തെക്കുറിച്ച് കർത്താവ് വിശദീകരിക്കുന്നുമുണ്ട്. ആദ്യം യേശു വളരെ കഷ്ടമനുഭവിക്കുകയും ഈ തലമുറ അവനെ തള്ളിക്കളയുകയും വേണം. അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് എല്ലാവരും അറിയുന്ന നിലയിൽ പ്രസംഗിക്കണം. ആ കാലഘട്ടത്തിൽ തന്നെ കള്ള ക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് പലരെയും തെറ്റിക്കും. യേശുക്രിസ്തുവിനെ അറിയാത്തവരും യേശു കർത്താവ് അറിയാത്തവരുമായ പലർ അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്തുകൊണ്ട് ഇതാ ഇവിടെ അതാ അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് അനേകരെ തെറ്റിക്കും. നിങ്ങൾ വഞ്ചിതരാകരുത് എന്നും യേശു കർത്താവ് പറഞ്ഞു. കർത്താവിൻ്റെ രാജവാഴ്ചയെക്കുറിച്ച് പറയുന്ന വേളയിൽ അതിനു മുമ്പായി ലോകത്തിൻ്റെ ഗതി എന്താകും എന്ന് കർത്താവ് പറയുകയുണ്ടായി. ആ കാലം നോഹയുടെ കാലം പോലെ ആകും. ജനം തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോരും. ഇവയൊന്നും തെറ്റല്ല. അവയെല്ലാം മനുഷ്യന് ആവശ്യമായതും യോഗ്യവുമായ കാര്യമാണ്. എന്നാൽ ദൈവവിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനോ ദൈവത്തിന് മഹത്വം കൊടുക്കുവാനോ താല്പര്യമില്ലാതെ ഈ വക കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധാലുക്കളായി മനുഷ്യർ ജീവിക്കുന്നു. അതാണ് അവിടെയുള്ള തെറ്റ്. നോഹയുടെ കുടുംബം പെട്ടകത്തിൽ കയറിയതിനു ശേഷം മാത്രമാണ് പ്രളയം ഉണ്ടായതും ശേഷമുള്ളവർ പ്രളയ ജലത്തിൽപ്പെട്ട് നശിക്കുകയും ചെയ്തതും. അതുപോലെ ക്രിസ്തുവിൻ്റെ പുനരാഗമനം സംഭവിക്കുന്നതിന് മുമ്പ് യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലി എനിക്ക് വേണ്ടിയായിരുന്നു എന്ന് വിശ്വസിച്ച് പാപമോചനം നേടിയവർ കർത്താവിൻ്റെ മടങ്ങിവരവിൽ തന്നോടുകൂടെ ഇരിപ്പാൻ എടുക്കപ്പെടും. അങ്ങനെ കർത്താവിനോടുകൂടെ ഇരിക്കും. ദൈവകൃപയെ നിരാകരിച്ച് സ്വയത്തിലും മറ്റു വഴികളിലും ആശ്രയിക്കുന്നവർ കൈവിടപ്പെട്ടു പോകും എന്ന സത്യവും 26-27 വാക്യങ്ങളിൽ വ്യക്തമാക്കുന്നുമുണ്ട്. 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ തൻ്റെ മടങ്ങിവരവിന് മുമ്പുള്ള നാളുകൾ ലോത്തിൻ്റെ കാലം പോലെയാകും എന്ന് കർത്താവ് പറഞ്ഞു. മാനവ സംസ്കാരം വളർന്ന് പന്തലിച്ച കാലഘട്ടമായിരുന്നു അത്. മനുഷ്യർ തിന്നും കുടിച്ചും വാങ്ങിയും വിറ്റും പണിതും നട്ടും വന്ന കാലം. ദൈവത്തെ കൂടാതെ സമാധാനവും സംതൃപ്തിയും സാക്ഷാത്കരിക്കുവാനുള്ള മാനുഷിക അധ്വാനത്തിൻ്റെ കാലഘട്ടമായിരുന്നു അത്. ലോത്ത് പട്ടണത്തിന് മേയർ ആയിരുന്ന കാലം. എന്താ സൗകര്യങ്ങൾ! അബ്രഹാം കൂടാരത്തിൽ പാർക്കുമ്പോൾ ലോത്ത് വീട്ടിൽ പാർക്കുന്നു, അതും സുഖ സൗകര്യങ്ങളോടുകൂടെ. പക്ഷേ താമസിയാതെ എല്ലാം വിട്ട് നാട്ടിൽ നിന്ന് ഓടേണ്ടി വന്നു.
ലോത്തും ഭാര്യയും മക്കളും സൊദോമിൽ നിന്ന് ഓടിയ ആ ദിവസം തന്നെ ആകാശത്തിൽ നിന്ന് തീയും ഗന്ധകവും പെയ്ത് ദുഷ്ടജനത്തെ നശിപ്പിച്ചു കളഞ്ഞു. മനുഷ്യപുത്രൻ്റെ പ്രത്യക്ഷതയിൽ ഇതുപോലെയാകും. ലൗകിക സുഖങ്ങളിലും സ്വയനേട്ടങ്ങളിലും വ്യത്യസ്ത വ്യാപാരങ്ങളിലും ഏർപ്പെട്ട് ദൈവപ്രിയമില്ലാതെ ലോകപ്രിയമായി മുമ്പോട്ട് പോകുന്ന ഏവരും ദുഃഖിക്കേണ്ടതായും വരും. ലോത്തിൻ്റെ ഭാര്യ ബലാത്കാരേണ പുറപ്പെട്ടു പോന്നുവെങ്കിലും അവരുടെ ഹൃദയം സൊദോമിൽ തന്നെ ആയിരുന്നുവെന്ന് അവൾ തിരിഞ്ഞു നോക്കിയതിൽ നിന്ന് വ്യക്തമാകുന്നു. അവൾ സൊദോമിൽ നിന്ന് പുറപ്പെട്ടു എങ്കിലും സൊദോം അവളിൽ നിന്ന് പുറപ്പെട്ടു പോയിരുന്നില്ല. ഫലമോ ദൈവം അവളെ ഉപ്പുതൂണാക്കി കളഞ്ഞു. നമുക്കും 2 വഞ്ചിയിൽ കാലുവെക്കാതെ ഇരിക്കാം. യെശയ്യാവിൻ്റെ പുസ്തകം 52:11 ദൈവത്തിൻ്റെ രക്ഷയെ കണ്ടവർക്കുള്ള ആഹ്വാനം കേൾക്കുന്നു. വിട്ടുപോരുവിൻ, വിട്ടുപോരുവിൻ, അവിടെ നിന്ന് പുറപ്പെട്ടു പോരുവിൻ, അശുദ്ധമായതൊന്നും തുടരുത്, അതിൻ്റെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരുവിൻ എന്ന്. പുറപ്പെട്ടു പോന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തിരിഞ്ഞു നോക്കരുത് എന്നുള്ളതാണ്. കലപ്പയ്ക്ക് കൈവച്ചതിന് ശേഷം തിരിഞ്ഞു നോക്കിയാൽ ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് ഓർമ്മയിൽ ഇരിക്കണം. ലൗകിക ബന്ധങ്ങൾ ബന്ധനങ്ങളായിക്കൂടാ. കർത്താവിൻ്റെ വരവ് വേർപെടലിൻ്റെ സമയമായിരിക്കുമെന്നത് ഓർമ്മയിൽ വയ്ക്കണം. 2 പേർ ഒരു കിടക്കയിൽ ഒരുമിച്ച് ഉറങ്ങും. രക്ഷിക്കപ്പെട്ടയാൾ കർത്താവിനോട് കൂടെ പോകും, മറ്റേയാൾ വിടപ്പെടും. 2 സ്ത്രീകൾ തിരികലിൽ പൊടിച്ചുകൊണ്ടിരിക്കും. രക്ഷിക്കപ്പെട്ട സ്ത്രീ കർത്താവിൻ്റെ കൂടെ പോകും, കൂടെ ഉണ്ടായിരുന്നവൾ ന്യായവിധിക്കായി വിടപ്പെടും. 34-35 വാക്യങ്ങൾ ഭൂലോകത്തിൻ്റെ ഭ്രമണ സിദ്ധാന്തത്തെ സാധൂകരിക്കുന്ന വാക്യങ്ങളാണ്. ഭൂമിയുടെ ഒരു ഭാഗത്ത് രാത്രി ആയിരിക്കുമ്പോൾ മറുഭാഗത്ത് പകലായിരിക്കും എന്നുള്ള സത്യം ഇവിടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. ഈ സത്യം ബൈബിൾ വെളിപ്പെടുത്തി കഴിഞ്ഞ് എത്രയോ വർഷത്തിനു ശേഷമാണ് ശാസ്ത്രജ്ഞന്മാർക്ക് ബോധ്യമായത്. കർത്താവിൻ്റെ പുനരാഗമനം ഉയരത്തിൽ നിന്നുള്ള ആകസ്മികമായ നടപടിക്രമങ്ങളോടുകൂടെയാണെന്നും വിശ്വാസത്യാഗം സംഭവിച്ച ഈ ലോകത്തിന്മേൽ അത് നിബന്ധിക്കുമെന്നും ശിഷ്യന്മാർക്ക് കർത്താവിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലായി. അതുമൂലം എവിടെയാണ് അത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ശവം ഉള്ളയിടത്ത് കഴുക്കൽ കൂടുമെന്ന് കർത്താവ് ഉത്തരം പറഞ്ഞു. കഴുകന്മാർ വരുവാനുള്ള ന്യായവിധിയെ കാണിക്കുന്നുവെന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. കഴുകന്മാർ ശവങ്ങൾ കൊത്തിയും ബാക്കിയുള്ള നഖത്തിൽ കോർത്തും ആ ഭാഗം ക്ലീൻ ചെയ്യുന്നത് പോലെ ദൈവത്തിനെതിരെയുള്ള മത്സരവും അവിശ്വാസവും കർത്താവ് ഉന്മൂലനം ചെയ്യും. അങ്ങനെ ദേശം വെടിപ്പാക്കി സഹസ്രാബ്ദ വാഴ്ചയിൽ വൃത്തിയും വെടിപ്പും സുഖവും സുന്ദരവുമായ ഒരു രാജ്യം അഥവാ ദൈവരാജ്യം നിലവിൽ വരും. അത് 1000 വർഷം ദൈർഘ്യമുള്ളതും യേശുക്രിസ്തു രാജാവായി വാഴുന്നതുമായിരിക്കും. ആ ഒരു അറിവ് ഉള്ളവരായി നമ്മുടെ കർത്താവിൻ്റെ മടങ്ങിവരവിൽ പ്രത്യാശ വെച്ച് യോഗ്യമായി ജീവിപ്പാൻ ആവശ്യമായ കൃപ കർത്താവ് ഏവർക്കും നൽകുമാറാകട്ടെ എന്ന് ആശംസിച്ച് വാക്കുകൾക്ക് പൂർണ്ണവിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.